തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 6-ാം നാൾ കഴിഞ്ഞിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് ആവുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുലും നടത്തിയ ചർച്ച ഉടൻ ഉണ്ടാകില്ല എന്ന് വിവരം. ഖാർഗെ ബംഗളൂരുവിലേക്ക് പോയതോടെ ചർച്ച നീളുകയാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കേരള മുഖ്യമന്ത്രി ആര് എന്ന് നിശ്ചയിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് ആവതില്ല, കഴിയുന്നില്ല. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് പോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് അവരുടെ മുഖ്യമന്ത്രിമാരെ ഇത്തരത്തിൽ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലൊക്കെ നിശ്ചയിച്ച് തീരുമാനങ്ങളാകാതെ നീണ്ടുപോകുന്ന സാഹചര്യം. കേരളത്തിലും തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്നില്ലല്ലോ. വീണ്ടും തീരുമാനം നീളും എന്നാണല്ലോ അറിയുന്നത്. ശ്രീകാന്ത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു പാർട്ടിക്ക്, ഒരു മുന്നണിക്ക് 102 സീറ്റുകൾ നൽകി, അവർക്ക് അധികാരവും നൽകി കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ അവർക്ക് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. അതായത് ഇപ്പോഴും തർക്കം തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കമാൻഡിന്, അതായത് രാഹുലിന് താല്പര്യം KC വേണുഗോപാലിനെയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണം ഇനിയും എത്തേണ്ടതുണ്ട്. ഇതിനിടെ ഇനിയും ഈ തീരുമാനത്തിനായി കാത്തിരിക്കേണ്ടി വരും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. അതിന് കാരണം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് വേണ്ടി മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും ഒരു കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ച നടന്നില്ല. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ നിലവിലിപ്പോൾ കർണാടകയിലേക്ക് പോയിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് ശേഷമേ അദ്ദേഹം മടങ്ങിയെത്തൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. പക്ഷെ തൽക്കാലം ഖാർഗെ പോയി കഴിഞ്ഞു ബംഗളൂരുവിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവ് D. സുധാകരന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഖാർഗെ പോയിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് 3 നേതാക്കൾ നൽകിയിട്ടുള്ള 3 നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ഈ 3 പേരെയും അനുനയിപ്പിക്കുന്നതിന് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഈ ചർച്ചകൾ വഴിമുട്ടിയത്. എന്തായാലും ഖാർഗെ മടങ്ങിയെത്തിയതിന് ശേഷമേ തീരുമാനമുണ്ടാകൂ എന്നുള്ളതാണെങ്കിൽ 2 ദിവസം കൂടി കഴിയും മുഖ്യമന്ത്രി ആരെന്നറിയാൻ. ഇനി അഥവാ ഫോൺ വഴിയോ മറ്റോ ഉള്ള ചർച്ചകൾ നടക്കാൻ ഇടയുണ്ടെങ്കിൽ ഒരുപക്ഷെ നാളത്തേക്ക് തീരുമാനം വന്നേക്കാം.